നമസ്കാരം. ദേശീയ സുരക്ഷയിലും വ്യോമ പ്രതിരോധത്തിലും സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഭാരതം പ്രതിരോധ ഗവേഷണ വികസന സംഘടന DRDO വഴി അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പുതിയതും തദ്ദേശീയമായി നിർമ്മിച്ചതുമായ ഒരു നിർണായക നേട്ടമാണ് അരുദ്ര എന്ന 4D മൾട്ടി ഫംഗ്ഷൻ ഫേസ്ഡ് അറേ റഡാർ സംവിധാനം. ലോകത്തിലെ തന്നെ ഏറ്റവും അത്യാധുനികമായ 5ാം തലമുറ യുദ്ധവിമാനമായ അമേരിക്കയുടെ F-35 പോലെയുള്ള സ്റ്റെൽത്ത് വിമാനങ്ങളെപ്പോലും കമ്പ്യൂട്ടർ അധിഷ്ഠിത സിമുലേഷൻ പരീക്ഷണങ്ങളിലൂടെ വിജയകരമായി ട്രാക്ക് ചെയ്യാൻ അരുദ്രയ്ക്ക് സാധിച്ചു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ ശത്രുരാജ്യങ്ങളുടെ പ്രതിരോധ ശൃംഖല ഭേദിക്കാൻ ശേഷിയുള്ള അത്യാധുനിക വിമാനങ്ങളെ പ്രതിരോധിക്കുവാൻ ഭാരതത്തിന് ഇനി സ്വന്തം സംവിധാനങ്ങൾ തന്നെ തുണയാകുമെന്നതിൻ്റെ വ്യക്തമായ സൂചനയാണിത്. ബംഗളൂരുവിലെ ഇലക്ട്രോണിക്സ് ആൻഡ് റഡാർ ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് രൂപകൽപ്പന ചെയ്ത അരുദ്ര ഒരു 4D റഡാറാണ്. ഇത് ഒരേ സമയം ലക്ഷ്യസ്ഥാനത്തിൻ്റെ ദൂരം, ദിശ, ഉയരം, വേഗത എന്നിവ കൃത്യമായി കണക്കാക്കാൻ ശേഷിയുള്ളതാണ്. ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ഫേസ്ഡ് അറേ റഡാറിന് 400 കിലോമീറ്റർ വരെയുള്ള ആകാശപരിധി നിരീക്ഷിക്കാൻ സാധിക്കും. സാധാരണഗതിയിൽ റഡാർ ക്രോസ് സെക്ഷൻ 2 ചതുരശ്ര മീറ്ററിൽ ഉള്ള ലക്ഷ്യങ്ങളെ 300 കിലോമീറ്റർ അകലെ വെച്ച് തന്നെ തിരിച്ചറിയാൻ അരുദ്രയ്ക്ക് സാധിക്കും. 100 മീറ്റർ മാത്രം ഉയരത്തിൽ പറക്കുന്ന ചെറിയ ഡ്രോണുകൾ മുതൽ 30 കിലോമീറ്റർ വരെ ഉയരത്തിൽ പറക്കുന്ന അതിവേഗ യുദ്ധവിമാനങ്ങളെ വരെ ഒരേ സമയം കണ്ടെത്തുവാൻ ഇതിന് പ്രത്യേക ശേഷിയുണ്ട്. ഭാരതത്തിൻ്റെ വ്യോമസേനയുടെ ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവുമായി പൂർണ്ണമായും സംയോജിപ്പിച്ചാണ് ഈ റഡാർ പ്രവർത്തിക്കുന്നത്. ഇത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മറ്റ് സെൻസറുകളിൽ നിന്നുള്ള വിവരങ്ങളെ ഒന്നിപ്പിച്ച് ആകാശത്തിൻ്റെ ഒരു സമ്പൂർണ്ണ ചിത്രം കൺട്രോൾ റൂമുകളിൽ എത്തിക്കുന്നു. അമേരിക്ക വികസിപ്പിച്ചെടുത്ത F-35 ലൈറ്റ്നിംഗ് യുദ്ധവിമാനങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സ്റ്റെൽത്ത് വിമാനങ്ങളാണ്. പ്രത്യേക ആകൃതി, റഡാർ തരംഗങ്ങളെ ആഗിരണം ചെയ്യുന്ന സവിശേഷമായ പെയിൻറ്റിങ്ങുകൾ, ഇലക്ട്രോണിക് യുദ്ധ സാമഗ്രികൾ എന്നിവയാണ് ഈ വിമാനങ്ങളെ റഡാറുകൾ കണ്ണിൽപ്പെടാതെ സംരക്ഷിക്കുന്നത്. ഒരു സാധാരണ വിമാനത്തിൻ്റെ റഡാർ ക്രോസ് സെക്ഷൻ വളരെ വലുതായിരിക്കുമ്പോൾ F-35 വിമാനങ്ങളുടേത് 0.001 മുതൽ 0.005 ചതുരശ്ര മീറ്റർ വരെ മാത്രമാണ്. അതായത് ഒരു സാധാരണ റഡാറിൻ്റെ സ്ക്രീനിൽ ഇതൊരു ചെറിയ പക്ഷിയുടെ വലുപ്പത്തിൽ മാത്രമേ ദൃശ്യമാകൂ. അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായ റഡാറുകൾക്ക് ഇത്തരം കുറഞ്ഞ റഡാർ ക്രോസ് സെക്ഷൻ ഉള്ള ലക്ഷ്യങ്ങളെ ദൂരക്കാഴ്ചയിൽ കണ്ടെത്തുക എന്നത് പ്രായോഗികമായി വലിയൊരു വെല്ലുവിളിയാണ്. AI ഉപയോഗിച്ച് കമ്പ്യൂട്ടർ പരീക്ഷണശാലയിൽ ഒരുക്കിയ അത്യാധുനിക സിമുലേഷൻ ടെസ്റ്റിലാണ് അരുദ്ര റഡാർ F-35 വിമാനത്തെ വിജയകരമായി പിന്തുടർന്നത്. ഈ പരീക്ഷണം ഒരു യഥാർത്ഥ യുദ്ധവിമാനത്തെ ആകാശത്ത് വെച്ച് നേരിട്ട് കണ്ടെത്തിയതല്ല എങ്കിലും കമ്പ്യൂട്ടർ അധിഷ്ഠിത സാഹചര്യങ്ങളിൽ റഡാറിൻ്റെ അൽഗോരിതങ്ങൾക്കും സെൻസറുകൾക്കും സ്റ്റെൽത്ത് വിമാനങ്ങളെ തിരിച്ചറിയാൻ ശേഷിയുണ്ട് എന്നത് തെളിയിക്കുന്നു. ഭാരതത്തിൻ്റെ സംയോജിത വ്യോമ പ്രതിരോധ ശൃംഖലയുമായി ചേരുമ്പോൾ അരുദ്രയ്ക്ക് ഇത്തരം അത്യാധുനിക ശത്രു വിമാനങ്ങളുടെ സാന്നിധ്യം കണ്ടെത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് ഈ പരീക്ഷണ ഫലം അടിവരയിടുന്നു. യഥാർത്ഥ യുദ്ധ സാഹചര്യങ്ങളിൽ ഇത്തരം വിമാനങ്ങളെ പൂർണ്ണമായും ട്രാക്ക് ചെയ്യാൻ മൾട്ടി ബാൻഡ് റഡാറുകളുടെയും വ്യത്യസ്ത സെൻസറുകളുടെയും സഹായം ആവശ്യമാണ്. എങ്കിലും അരുദ്ര ആ ശൃംഖലയിലെ ഏറ്റവും ശക്തമായ ഒരു ഘടകമായി ഭാരതീയ പ്രതിരോധ മേഖലയുടെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ലക്ഷ്യമായ മിഷൻ സുദർശ ചക്രയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ഗവേഷണങ്ങൾ നടക്കുന്നത്. ചൈനയുടെയും പാകിസ്ഥാൻ്റെയും പക്കലുള്ള J-35, റഷ്യയുടെ Su-57 തുടങ്ങിയ 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു അടുത്ത തലമുറ ആൻറ്റി സ്റ്റെൽത്ത് റഡാർ ഗ്രിഡ് നിർമ്മിക്കുക എന്നതാണ് ഈ മിഷൻ ലക്ഷ്യമിടുന്നത്. ഇതിനായി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള റഡാറുകളെ ആശ്രയിക്കുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് അരുദ്ര, അശ്വിനി, രോഹിണി തുടങ്ങിയ തദ്ദേശീയ റഡാർ സംവിധാനങ്ങളുടെ ഒരു ബഹുതല സുരക്ഷാ കവചമാണ് ഭാരതം ഒരുക്കുന്നത്. ശത്രുക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇലക്ട്രോണിക് ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷിയും ഈ തദ്ദേശീയ റഡാറുകൾക്കുണ്ട്. അരുദ്രയുടെ ഈ പുതിയ മുന്നേറ്റം ഭാവിയിൽ ഭാരതത്തിൻ്റെ ആകാശ അതിർത്തികളെ പൂർണ്ണമായും സുരക്ഷിതമാക്കാൻ രാജ്യത്തെ പ്രാപ്തമാക്കുമെന്നതിൽ തർക്കമില്ല. ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അരുദ്ര 4D മൾട്ടി ഫംഗ്ഷൻ ഫേസ്ഡ് അറേ റഡാർ സംവിധാനം കമ്പ്യൂട്ടർ സിമുലേഷനുകളിലൂടെ F-35 പോലെയുള്ള അത്യാധുനിക സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളെ കണ്ടെത്തിയത് ദക്ഷിണേഷ്യയിലെ പ്രാദേശിക പ്രതിരോധ സമവാക്യങ്ങളെ പൂർണ്ണമായി തിരുത്തിയെഴുതുന്ന ഒന്നാണ്. ഭാരതത്തിൻ്റെ ഈ സാങ്കേതിക മുന്നേറ്റം അയൽ രാജ്യങ്ങളും പരമ്പരാഗത ശത്രുക്കളുമായ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും സൈനിക ആസൂത്രണങ്ങളെയും വ്യോമ പ്രതിരോധ തന്ത്രങ്ങളെയും വലിയ രീതിയിലാണ് ബാധിക്കാൻ പോകുന്നത്. രാജ്യങ്ങളും തങ്ങളുടെ വ്യോമസേനാ മേധാവിത്വം ഉറപ്പാക്കാൻ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയിലും അടുത്ത തലമുറ യുദ്ധവിമാനങ്ങളിലും വൻതോതിൽ നിക്ഷേപം നടത്തുന്ന സമയത്താണ് അവയുടെ അദൃശ്യതയെ ചോദ്യം ചെയ്യാൻ പോകുന്ന റഡാർ കവചം ഭാരതം ഒരുക്കുന്നത്. ഇത് രാജ്യങ്ങളുടെയും തന്ത്രപരമായ നീക്കങ്ങൾക്ക് ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ്. ഭാരതവുമായി നിരന്തരം അതിർത്തി തർക്കങ്ങളിൽ ഏർപ്പെടുന്ന പാകിസ്ഥാന് അരുദ്ര റഡാറിൻ്റെ വരവ് വലിയൊരു തിരിച്ചടിയാണ്. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ചൈനയിൽ നിന്ന് 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ J-31 സ്വന്തമാക്കാൻ പാകിസ്ഥാൻ തീവ്ര ശ്രമം നടത്തുന്നുണ്ട്. ഭാരതത്തിൻ്റെ റഡാറുകളുടെ കണ്ണുകളിൽ പെടാതെ അതിർത്തി കടന്ന് ആക്രമണം നടത്താമെന്നതായിരുന്നു പാകിസ്ഥാൻ്റെ പ്രധാന യുദ്ധതന്ത്രം.
എന്നാൽ അരുദ്ര റഡാർ അതിർത്തികളിൽ വിന്യസിക്കപ്പെടുത്തതോടെ പാകിസ്ഥാൻ കോടിക്കണക്കിന് രൂപ മുടക്കി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്റ്റെൽത്ത് വിമാനങ്ങളുടെ സാങ്കേതിക മേധാവിത്വം ഇല്ലാതാകും. ചൈനീസ് നിർമ്മിത സ്റ്റെൽത്ത് വിമാനങ്ങളെ ഭാരതത്തിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് വളരെ അകലെ വെച്ച് തന്നെ കണ്ടെത്താനും മിഷൻ സുദർശൻ ചക്രയുടെ ഭാഗമായുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർക്കാനും സാധിക്കും. ഇത് പാകിസ്ഥാൻ്റെ ആക്രമണാത്മക വ്യോമ നയങ്ങളെ പ്രതിരോധത്തിലാക്കുകയും അവരുടെ സൈനിക ബജറ്റിന്മേൽ വലിയ സാമ്പത്തിക ബാധ്യത വരുത്തി വയ്ക്കുകയും ചെയ്യും. കാരണം പുതിയ റഡാറുകളെ മറികടക്കാൻ അവർക്ക് അതിലും വലിയ സാങ്കേതിക വിദ്യകൾ കണ്ടെത്തേണ്ടി വരും. ലഡാക്ക്, അരുണാചൽ പ്രദേശ് തുടങ്ങിയ യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ അതിർത്തികളിൽ ചൈന തങ്ങളുടെ ഏറ്റവും അത്യാധുനികമായ J-20, J-35 സ്റ്റെൽത്ത് വിമാനങ്ങൾ ഇതിനോടകം തന്നെ വിന്യസിച്ചിട്ടുണ്ട്. യുദ്ധമുണ്ടായാൽ ഭാരതത്തിൻ്റെ റഡാർ ശൃംഖലകളെ അന്ധമാക്കിക്കൊണ്ട് വ്യോമാധിപത്യം സ്ഥാപിക്കുക എന്നതായിരുന്നു ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സിൻ്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ അരുദ്ര റഡാറിൻ്റെ 4D സാങ്കേതിക വിദ്യയും ഇലക്ട്രോണിക് കൗണ്ടർ മെഷേഴ്സും ചൈനയുടെ ഈ ഇലക്ട്രോണിക് യുദ്ധതന്ത്രങ്ങളെ നിർവീര്യമാക്കുവാൻ പോകുന്നതാണ്. ചൈനീസ് അതിർത്തിയിലെ മലനിരകളിൽ അരുദ്ര റഡാറുകൾ സ്ഥാപിക്കുന്നതിലൂടെ കുറഞ്ഞ ഉയരത്തിൽ പറക്കുന്ന അവരുടെ ഡ്രോണുകളെയും ക്രൂയിസ് മിസൈലുകളെയും ഉയർന്ന വേഗതയിലുള്ള സ്റ്റെൽത്ത് വിമാനങ്ങളെയും ഒരേ സമയം നിരീക്ഷിക്കുവാൻ ഭാരതത്തിന് സാധിക്കും. ചൈനീസ് സൈന്യത്തിൻ്റെ പെട്ടെന്നുള്ള കടന്നുകയറ്റ ശ്രമങ്ങൾ മുൻകൂട്ടി അറിയുവാൻ ഇത് ഭാരതീയ സൈന്യത്തെ സഹായിക്കും. ഭാരതത്തെ ഇരുതലപ്പുറത്തു നിന്നും പ്രതിരോധത്തിലാക്കാൻ ചൈനയും പാകിസ്ഥാനും സംയുക്തമായി നടത്തുന്ന പ്രതിരോധ നീക്കങ്ങൾക്കും അരുദ്ര വലിയൊരു വെല്ലുവിളിയാണ്. ചൈന തങ്ങളുടെ സാങ്കേതിക വിദ്യകൾ പാകിസ്ഥാന് കൈമാറി ഭാരതത്തിന് ഇരട്ട ഭീഷണി ഉയർത്താനാണ് പലപ്പോഴും ശ്രമിക്കാറുള്ളത്. എന്നാൽ അരുദ്ര പോലുള്ള റഡാറുകൾ തദ്ദേശീയമായി നിർമ്മിക്കുന്നതിലൂടെ ഈ രണ്ട് രാജ്യങ്ങളുടെയും യുദ്ധവിമാനങ്ങളുടെ ആകൃതിയും സവിശേഷതകളും പഠിച്ച് അവയെ പ്രതിരോധിക്കാനുള്ള അൽഗോരിതങ്ങൾ സ്വന്തമായി വികസിപ്പിക്കുവാൻ ഭാരതത്തിന് കഴിയും. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള റഡാറുകളെ ആശ്രയിക്കുമ്പോൾ ഉണ്ടാകുന്ന സുരക്ഷാ ചോർച്ചകൾ ഇവിടെ ഉണ്ടാകുന്നില്ല എന്നതും ഭാരതത്തിന് അനുകൂലമായ ഘടകമാണ്. തദ്ദേശീയമായി റഡാർ ഗ്രിഡ് ചൈനയുടെയും പാകിസ്ഥാൻ്റെയും സംയുക്ത വ്യോമ ആക്രമണ പദ്ധതികളുടെ ലക്ഷ്യ സ്വഭാവം പൂർണ്ണമായി ഇല്ലാതാക്കും. അരുദ്ര റഡാറിൻ്റെ വിജയം ഏഷ്യൻ മേഖലയിലെ ശക്തി സന്തുലനത്തെ ഭാരതത്തിന് അനുകൂലമായി മാറ്റിവെക്കുന്നതാണ്. ചൈനയുടെ പക്കൽ അത്യാധുനിക ആയുധങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവയെ ചെറുക്കാനുള്ള പ്രതിരോധ കവചം ഭാരതത്തിന് ഉണ്ട് എന്ന യാഥാർത്ഥ്യം ഇരു ശത്രു രാജ്യങ്ങളെയും യുദ്ധപ്രകോപനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പ്രേരിപ്പിക്കും. ഇത് ഭാരതത്തിന് വലിയൊരു തന്ത്രപരമായ പ്രതിരോധം സമ്മാനിക്കുന്നുണ്ട്. കൂടാതെ ഈ റഡാർ സാങ്കേതിക വിദ്യ ഭാവിയിൽ ചൈനയുടെ ഭീഷണി നേരിടുന്ന മറ്റ് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾക്ക് കയറ്റുമതി ചെയ്യുവാനും ഭാരതത്തിന് സാധിക്കും. ഇത് മേഖലയിൽ ചൈനയുടെ സ്വാധീനം കുറയ്ക്കുവാനും ഭാരതത്തിൻ്റെ നയതന്ത്ര മേധാവിത്വം വർദ്ധിപ്പിക്കാനും സഹായിക്കും. ചുരുക്കത്തിൽ അരുദ്ര റഡാറിൻ്റെ വികസനം പാകിസ്ഥാൻ്റെയും ചൈനയുടെയും വ്യോമശക്തിയെ തളർത്തുക മാത്രമല്ല, ഭാരതത്തിൻ്റെ ആകാശ അതിർത്തികളെ പൂർണ്ണമായും സുരക്ഷിതമാക്കുന്ന ഒരു സുപ്രധാന പ്രതിരോധ കോട്ടയായി മാറുകയും ചെയ്യും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.